ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്നൊരു ത്രില്ലർ ജേണറിലെ റിവ്യൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനും സുധീഷും റോയ്, അംബിക, ശ്രീജിത്ത് രവി ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ മൂവി ഇപ്പോൾ നമുക്ക് സൺനെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ഈ മൂവിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലോട്ടിലേക്ക് ആദ്യം കിടക്കാം. പ്ലോട്ട് എന്ന് പറയുന്നത് ഇതിൽ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു ഹൈ പ്രൊഫൈൽ ക്രിമിനൽ ലോയറായ ശ്രീജിത്ത് രവിയുടെ മർഡർ റിലേറ്റഡ് ആയിട്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. അത് കേസ് അന്വേഷിക്കാൻ കിട്ടുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ആള് IPS ഓഫീസറാണ്, പക്ഷേ റീസെൻ്റ്ലി ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഹൈ പ്രൊഫൈൽ കേസാണ്. അപ്പോൾ ആളുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ഈ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ഒരു 2 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ട്. ഈ മൂവിയിൽ ഈ ഡയറക്ടർ കുറേ സ്ലോ മോഷനും കുറേ BGM കയറ്റിയിട്ടുണ്ട്. ഒരു ത്രില്ലർ മൂവി ആയാൽ സ്ലോ മോഷൻ കുറേ വേണം, BGM അടിപൊളിയായിട്ട് വേണം എന്ന രീതിയിൽ നല്ല സൗണ്ട് കൂട്ടി BGM ഇട്ടിട്ടുണ്ട്. ഈ സ്ലോ മോഷൻ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു ഡയറക്ടറിന്. പിന്നെ എനിക്ക് അടുത്ത പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൽ ഡയറക്ടർ ഒരു സൂപ്പർ വില്ലനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമുക്കൊരു സൂപ്പർ വില്ലനെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ല രസമായിട്ട് തന്നെയാണ് ആൾ സൂപ്പർ വില്ലനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതായിട്ട് കാണിച്ചത്. പക്ഷേ പിന്നീട് ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ എന്തിനായിരുന്നു ഈ സംഭവം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഫീലാണ് ക്ലൈമാക്സിൽ. പിന്നെ എല്ലാ സീൻസും നമുക്ക് ഏകദേശം പ്രഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് മൂവി പോയിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സുധീഷിൻ്റെയും റോയുടെ പെർഫോമൻസ് നന്നായിരുന്നു. ധ്യാൻ്റെ അത്രത്തോളം ആയില്ല, അംബികയുടെ അത്രത്തോളം ആയിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ ധ്യാൻ ഒരു ഡയലോഗ് പറയുന്നത്, നിങ്ങൾ 3 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതുപോലെ നമുക്ക് ഫീൽ ചെയ്ത് ഇതെന്തിനായിരുന്നു ഈ ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്, തുടക്കം കാട്ടിക്കൂട്ടിയ ബിൽഡപ്പൊക്കെ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ആകെ മൊത്തം ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ത്രില്ലർ ജേണറിൽ അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു മൂവി തന്നെയാണ്. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 5.5 ഔട്ട് ഓഫ് 10 ആണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.